പാണ്ഡ്യയാണ് ക്യാപ്റ്റൻ. ഇനി ഏകദിനത്തിൽ കൂടി പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കാനാണ് BCCയുടെ പദ്ധതി. രോഹിത്തിന്റെ ക്യാപ്റ്റൻസി തെറിക്കുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് സെലക്ടറുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയുടെ സീനിയർ സെലക്ടർ ചേതൻ ശർമ്മയുടെ ഒളി ക്യാമറ ക്ലിപ്പ് പുറത്തുവന്നതിന് ശേഷം താരത്തിനെതിരെ വലിയ രീതിയിൽ വിമർശനം വന്നിരുന്നു. ഇതിനുശേഷം സെലക്ടർ ചേതൻ ശർമ്മ രാജിവെച്ച് പുറത്തുപോയി. ഇനി BCCക്ക് ഒരു സെലക്ടറെ ആവശ്യമാണ്. അടുത്ത ഇന്ത്യയുടെ സെലക്ടർ ആരാകുമെന്നതാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത്. ഇന്ത്യൻ ടീമിന്റെ ഭാവിയത് സെലക്ടറുടെ കയ്യിലാണ്. സെലക്ഷൻ പാനൽ മോശമായാൽ അത് ഇന്ത്യൻ ടീമിനെ തന്നെ ഗുരുതരമായി ബാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ BCCI ഇന്ത്യയുടെ മുൻ ഇതിഹാസ താരമായ സേവാഗിനെ ഇന്ത്യയുടെ സീനിയർ സെലക്ടറായിട്ട് എടുക്കാനാണ് പദ്ധതി. സേവാഗ് വന്നാൽ അത് ഇന്ത്യക്ക് വലിയ ഗുണം ചെയ്യും. ഒരു കാലത്ത് ഇന്ത്യയുടെ നട്ടലായിരുന്നു സേവാഗ്. താരം സെലക്ഷനിലേക്ക് എത്തിയാൽ അത് സഞ്ജു പോലുള്ള യുവതാരങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുക്കും. കഴിവുള്ള താരങ്ങൾക്ക് സെലക്ടർമാർ അവസരം കൊടുക്കണം. അല്ലാതെ ചേതൻ ശർമ്മയെ പോലുള്ള സെലക്ടർമാരെ ഇന്ത്യക്ക് ആവശ്യമില്ല. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു BCCI ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന ടീമിനെ പ്രഖ്യാപിച്ചത്. സഞ്ജുവിൻ്റെ പേര് പോലും അതിൽ ഇല്ലായിരുന്നു. ഇഷാനിയായിരുന്നു BCCI കീപ്പറാക്കിയത്. സഞ്ജുവിനെ ന്യൂസിലൻഡ് സീരീസിലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. താരത്തിന് പരിക്കായിരുന്നു. ഇപ്പോഴത്തെ സഞ്ജുവിൻ്റെ പരിക്കെല്ലാം മാറിയിരിക്കുകയാണ്. എന്നിട്ട് സഞ്ജുവിനെ കളിപ്പിച്ചില്ല. സഞ്ജുവിൻ്റെ അവസരങ്ങൾ BCCI കൊണ്ടുപോയി കളയുകയാണ്. സഞ്ജുവിനെ എന്തിനാണ് ഇങ്ങനെ ഒഴിവാക്കുന്നതെന്ന് വ്യക്തമല്ല. ഇപ്പോഴത്തെ സഞ്ജുവിന് വേണ്ടി പ്രതിഷേധം ശക്തമാണ്. സോഷ്യൽ മീഡിയയിൽ ആരാധകർ പറയുന്നത് സഞ്ജു വിദേശത്ത് പോയിട്ട് കളിക്കണമെന്നാണ്. അയർലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ സഞ്ജു പോയിട്ട് കളിക്കണം. അവിടെ സഞ്ജുവിന് വലിയ അവസരങ്ങൾ കിട്ടും. ഇന്ത്യൻ ടീം സഞ്ജുവിൻ്റെ കരിയർ അവസാനിപ്പിക്കുകയാണെന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.